ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തുള്ള കുറച്ച് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വരച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ, അതായത് ഒന്നാമത്തെ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാം, നിങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാനിരിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറെ അധികം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു നല്ലൊരു സമയം കഴിഞ്ഞു പോയി, അപ്പം നിങ്ങൾക്ക് ഇനി ഒരു നല്ലൊരു ടൈം ഉണ്ടോ എന്നുള്ള കുറെ അധികം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മേ ബി നിങ്ങളുടെ ഡിഗ്രി സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ, നിങ്ങളുടെ കോളേജ് ലൈഫിലായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിയലൈസേഷൻ, അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ടൈം കഴിഞ്ഞു പോയി. കുറെ അധികം ആൾക്കാർക്ക് ഈ ഒരു സമയം നല്ലൊരു ടൈം ആയിട്ട് കാണുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് കുറെ അധികം കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ടൈം ഭയങ്കരമായിട്ടും വേസ്റ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ഈ ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു നല്ല സമയം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ പ്രവർത്തിക്കണോ വേണ്ടേ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തിനേക്കും ഈ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹൈ ആയിട്ടുള്ളൊരു നല്ലൊരു ഡിസിഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി ഇറങ്ങി തിരിക്കുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോബ് ബേസിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, റിലേഷൻ ആയിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആരും കൂടെ ഇല്ല എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങി തിരിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കൂട്ടിലാക്കപ്പെട്ട തത്ത, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും, അതേപോലെ തന്നെ നിങ്ങളെ ഹീൽ ചെയ്യാനും, കുറെ അധികം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും, ആൾക്കാരെ പഠിപ്പിക്കുവാനും, ലെസൺ ചെയ്യാനും, മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ ഹീലിംഗ്, അതുപോലെ തന്നെ എന്താ പറയാ, മെഡിറ്റേഷൻസ്, യോഗ, അങ്ങനത്തെ ഉള്ള പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയൊരു ജേണി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി വരുന്നൊരു സിറ്റുവേഷൻ. അതായത് എന്താ പറയാ, നിങ്ങൾക്ക് ആകെക്കൂടെ എല്ലാം നഷ്ടപ്പെട്ട് ആകെക്കൂടെ ഒരു തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ. എവിടെ നിന്ന് തുടങ്ങണം, എന്തോന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞുകൂടാ. ഇത് എന്താണ് ഈ ഒരു ജേണിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് ഈ ഒരു ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ. പലരും ലൈഫിൽ വരുന്നു, അട്രാക്റ്റഡ് ആവുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫായിരിക്കും, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലാണ് നിങ്ങൾ നിൽക്കുന്ന. ജോബ് വൈസ് ആയിരിക്കാം, കരിയർ വൈസ് ആയിരിക്കും, അവിടെയൊക്കെ നിങ്ങൾ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം എന്തൊക്കെയോ നേടിയിട്ട് രാജ്യം പിടിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ്, ആ കൂടെ ഒരു വല്ലാത്തൊരു
എവിടെ നിന്നും ഒരു സന്തോഷമില്ല. നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാം അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും, എന്തിനൊക്കെയോ വേണ്ടി ആരൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ആകുന്നു, കുറെ സമയം അങ്ങനെ അങ്ങ് പോകുന്നു, അതിനുശേഷം രാത്രിയാവുന്നു. ടോട്ടൽ ബ്ലൈൻഡഡ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏത് ജേണിയിലോട്ട് പോകണം, വല്ലാത്തൊരു എന്താ പറയാ, ഒരു വൾഗർ ആയിട്ടുള്ള ഒരു അവസ്ഥ, ടോട്ടലി ഒരു ബ്ലൈൻഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കരിയറിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഫീൽഡ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ ലൈഫിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജോബ് ബേസിലായിരിക്കണം കൂടുതൽ ചാൻസ്. അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എക്സാം അങ്ങനത്തുള്ള കാര്യങ്ങൾ, ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ആർക്കാണ് ജയം, എവിടെയാണ് ജയം, എങ്ങനെയാണ് ഒരു രണ്ട് ടീംസ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് കുടുംബക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടാം. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ഫാമിലി തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഈ ഒരു ടൈമിൽ കാണുന്നുണ്ട്. അതായത് ഡയറക്ഷൻ മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ. കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെയോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു തരം ടൈമായിട്ട് കാണാൻ പറ്റുന്നു. കുറെ അധികം പ്രകൃതിയുമായിട്ടും അടുത്ത് നിന്ന് കുറെ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. തേർഡ് ഐ ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, കൂടുതലധികം ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഇത് തന്നെയായിരിക്കും. നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന സമയമായിരിക്കാം. ഡിവൈൻ ടൈമിൽ കൂടുതലും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരടുത്തെങ്കിലും പോകുന്നതായിരിക്കാം. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഫീൽഡിൽ നിങ്ങൾ കൂടുതലധികം അച്ചീവ് ആവുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ അധികം ആൾക്കാർക്ക്. പ്രകൃതിയായിട്ട് നിങ്ങളെ കുറെ അധികം സംരക്ഷിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കുറെ നെഗറ്റിവിറ്റീസിൽ നിങ്ങളെ സംരക്ഷിച്ച് മാറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ. അപ്പം ഈ ഒരു സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോ, കല്യാണത്തിനുള്ള ടൈമോ ഒക്കെ ആയി നിൽക്കുന്ന കുറെ അധികം ആൾക്കാരുടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ ടൈം ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാർക്ക്. നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടാൻ ടൈമുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ്, അങ്ങനത്തേക്കുള്ള സ്പിരിച്വൽ ജേണിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുടെ ടിൻ ഫ്ലെയിം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നിന്നും വരുന്നില്ല, പാസ്റ്റിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറെ അധികം ആൾക്കാർക്ക് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ, കല്യാണം മാരേജ് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാരേജ് ഫംഗ്ഷൻ നടക്കാനുള്ള ടൈം ചാൻസ് കൂടുതലാണ്. മെജീഷ്യൻ കാർഡാണ് കാണിച്ചത്. അതായത് മെജീഷ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതായത് നിങ്ങളുടെ പക്ക സോൾമേറ്റ് തന്നെയാണ്. ഈ ഒരു ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഈ ഒരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ആവും. ഫസ്റ്റ് ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ സെയിം ക്യാരക്ടർ, സെയിം വൈബ് ആയതുകൊണ്ട് തന്നെ മാരേജ് ഫംഗ്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ വ്യക്തി നിങ്ങളുടെ ട്രോമാസും കാര്യങ്ങളും മറ്റു സിറ്റുവേഷൻസും ഒക്കെ മാറ്റും. ഇത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും എങ്ങനെയാണെന്ന് വെച്ച് സോൾ ടു സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീപ്ലി കണക്റ്റഡ് ആവും. ഇത് നിങ്ങളൊന്ന് ഇത് ചെയ്ത് വെച്ചോ. ഇങ്ങനത്തെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലൈഫിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കുറെ അധികം ആൾക്കാർക്ക് രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, രണ്ട് ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പം അവിടെ ആ ഫാമിലി തമ്മിൽ ചേരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്, അങ്ങനത്തുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറെ അധികം ആൾക്കാർക്ക്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറെ അധികം നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം അനുഭവങ്ങൾ, കുറേ അധികം എക്സ്പീരിയൻസ്, പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചുരുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കഥകൾ, പുതിയ സ്റ്റോറികൾ, പുതിയ ലൈഫ് എക്സ്പീരിയൻസ് തേടി നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻസ് കൂട്ടാൻ നോക്കും മാക്സിമം. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളെ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട്ട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം പുതിയ ഡ്രസ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്ന രീതിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർക്ക്
അട്രാക്റ്റീവ് ആവും വിധം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയത്ത് കൂട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ജെന്യുവിൻ ഏത് ജെന്യുവിൻ അല്ലാത്തത് ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ ഒരു കറക്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, രണ്ടിലും രണ്ട് തീരുമാനം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ആ തീരുമാനത്തിൽ ഒന്നേത് എന്ന് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെ ഒരു സത്യാവസ്ഥ അറിയണം, എന്തിൻ്റെയൊക്കെ ഒരു ജെന്യുവിനിറ്റി അറിയണം, എന്തൊക്കെ ഒരു സത്യം നിങ്ങൾക്ക് ആ ഒരു കണക്ട് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. കുറെ അധികം ആൾക്കാർക്ക് ഒരു മേ ബി എനിക്ക് തോന്നുന്നു ഒരാളെ പിടികിട്ടാത്തതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും അവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ രണ്ട് പാതയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ അധികം ആൾക്കാർക്ക്. അപ്പം ഈ ഒരു സമയത്ത് ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾക്ക് വരുന്നുള്ള ബ്ലെസ്സിങ്സ് എന്തെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലധികം ആൾക്കാർക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. നിങ്ങളുടെ ഹെൽത്ത് മെയിൻലി ഭയങ്കരമായിട്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യും. വേറെ എന്തിനേക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തിനേക്കാളും നിങ്ങൾ വേറെ എന്തിനേക്കാളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിങ്ങളുടെ ഹെൽത്തിനായിരിക്കും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹെൽത്ത്, സൈക്കിക് എബിലിറ്റി, മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഡിവൈൻ കണക്ഷൻ, യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ ഉള്ള കുറേ അധികം കാര്യങ്ങളിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ നോർമലി ആ ഒരു വഴിക്കും ചെയ്തു പോകും. ക്ഷമ കൂടുതലും നിങ്ങളുടെ ലൈഫിൽ കൂടുതലും അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൂടുതലും ക്ഷമിക്കാൻ പഠിക്കും, നിങ്ങൾ കൂടുതൽ ക്ഷമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ക്ഷമാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലധികം ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതലും അട്രാക്റ്റഡ് ആവത്തില്ല. ലൈഫിൽ വന്നാൽ പോലും അതിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കി മാറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചധികം എന്തൊക്കെയോ നെഗറ്റീവ്സ് ഉണ്ട്, കണ്ണീർ അങ്ങനെ, അല്ലെങ്കിൽ ഈവിള്, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പയ്യെ. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോവാം. അടുത്തായിട്ട് സെക്കൻഡ് പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈല് ഓക്കെ, അപ്പം സെക്കൻഡ് പൈല് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പൈല് ഓക്കെ, അപ്പം സെക്കൻഡ് പൈല് നിങ്ങളുടെ ലൈഫിൽ വരുന്ന, അല്ലെങ്കിൽ സെക്കൻഡ് പൈല് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം കാർമിക് ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങൾ കൂടുതലും അട്രാക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വഴിയെ പോകുമ്പോൾ വെറുതെ മേടിച്ചെടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ
നിങ്ങളൊരു ജെന്യൂൻ വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഭയങ്കരമായിട്ടും എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അതിന് എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ജോലിക്ക് വേണ്ട എത്രത്തോളം ആത്മാർത്ഥതയാണോ അതിന് 100 മടങ്ങ് നിങ്ങൾ കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കുറേയധികം നെഗറ്റീവ്സ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക, പിന്നെയും നിങ്ങളെ കൊണ്ട് സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കും. പക്ഷെ അതിൻ്റെ ഒരു പകുതി വരുമാനം അല്ലെങ്കിൽ പകുതി മുക്കാലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, ആ ചെയ്യുന്നതിൻ്റെ ഒരംശം പോലും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ട്രസ്റ്റബിൾ ആയിട്ടൊരു സമയത്ത് അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മുതലെടുക്കുന്ന കുറേ അധികം ആൾക്കാർ ഈ ഒരു സമയത്ത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബേസിലുള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങളെ എന്തൊക്കെയോ യൂസിന് വേണ്ടി ആരൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഡിവൈൻ പവർ. ഇത് എന്ത് നടന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഡിവൈൻ എന്ന് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അത് എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും എത്ര വലിയ കാര്യങ്ങളായാലും ആ ഒരു പവറിനെല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റാൻ ഉള്ളൊരു കഴിവുണ്ട് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശേഖരിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുത്തത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത എന്ത് ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യമായിരിക്കാം, നിങ്ങൾ സത്യസന്ധമായിട്ട് വിയർപ്പൊലിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരാൾക്കും വന്നിട്ട് ഒന്നും നശിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ നേടിയതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അതിനെ വേറെ ആർക്കും കൊണ്ടുവന്ന് നിങ്ങളെ നശിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്? ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള സംഭവങ്ങൾ കുറേ അധികം ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ള നിങ്ങൾ കർമ്മപരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ തീർത്ത് വരികയാണ്. എന്തൊക്കെയോ മേ ബി നിങ്ങൾ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളടുത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളായി മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എനർജീസ് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ എനർജി എരിഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങളായി നിൽക്കുന്ന സമയത്ത് ആ ഒരു നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ അധികം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാനസികപരമായിട്ട് എരിയുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ പശ്ചാത്തപിക്കുന്നുണ്ട്. പശ്ചാത്താപം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. റിയലൈസേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി, ദൈവം നിങ്ങൾക്ക് പുറത്തു തരും. ഓക്കെ, കൂടുതലധികം ആൾക്കാർക്കും നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു നല്ല ടൈം നിങ്ങൾക്ക് ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയം കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് പേരിൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ജീവജാലങ്ങൾക്ക് ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ എന്താ പറയാ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഫുഡ് മേടിച്ചു. പാവപ്പെട്ടവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാത്ത വെളിയിലൊക്കെ നിൽക്കുന്ന ഫുഡ് ആഹാരം കഴിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ആരും കൊടുക്കാത്ത അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ അനൗൺസ് ചെയ്യും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഡിവൈൻ നിങ്ങളടുത്തുമായി അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളെ കൺമുമ്പിൽ വരുന്നില്ല, എന്തുകൊണ്ടോ മാറി നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിവൈൻസ്. അപ്പം നിങ്ങൾ കുറേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, കുറേ അധികം കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് അറിയാൻ ഡിവൈൻ പവർ ഉള്ള ആൾക്കാരാണ്, ഡിവൈൻ സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ യൂണിവേഴ്സ് കയ്യിലെടുത്ത് വെച്ചേക്കുവാണ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കുറച്ചധികം സിറ്റുവേഷൻസ് ഡാർക്കായിട്ട് വരും. കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ലൈഫിൽ. ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു പൈസ കടം കൊടുക്കുന്നതായിരിക്കാം, അവർ തമ്മിലുള്ള ഈഗോസ് ആയിരിക്കാം, രണ്ട് ടീംസ് തമ്മിലുള്ള പരീക്ഷ എക്സാം തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, രണ്ട് കൂട്ടർ തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, രണ്ട് ഫാമിലി റിലേറ്റീവ്സ് തമ്മിലുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിൽ ഒരാൾ അടിച്ചമർത്തിയതിന് ശേഷം മറ്റേ ആളാണ് വലുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ നേടിയതൊന്നും ഒരു നേട്ടമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും നേടേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയാൽ മാത്രമേ നമുക്കൊരു നേട്ടം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മേ ബി എനിക്ക് തോന്നുന്നു വലിപ്പം ചെറുപ്പം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അയാളാണ് വലുത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആൾക്കാരാണ് വലുത്. ഫാമിലി ഇഷ്യൂസ്, അവർക്ക് കുറെ പൈസ ഉണ്ട്, ഇവർക്ക് കുറെ പണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജയം എപ്പോഴും ന്യായത്തിന്റെ കൂടെ ആയിരിക്കും. അപ്പം നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല.
ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ലൈഫിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫിൽ പഠിച്ചൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആക്കരുത് എന്നുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ അധികം അനുഭവമുണ്ട്, പാസ്റ്റിൽ നടന്ന അനുഭവങ്ങളുണ്ട്, ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോവാണ്, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പോകണം. കാരണം നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ തലവര മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, നിങ്ങളുടെ അനുഭവത്തിൽ വന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു ലോ ആയിട്ടുള്ള വ്യക്തി, ഒരു പാവം വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും മെച്ചപ്പെട്ടൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും നിങ്ങളായിട്ട് നിങ്ങൾ സ്ട്രോങ് ആവാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് ഡിസിഷൻ എടുക്കാൻ തുടങ്ങും, ആർക്കും വേണ്ടി നിന്ന് കൊടുക്കാൻ തൽപരകക്ഷി അല്ലാത്തൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ബോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, ഫെമിനൈൻ മസ്കുലർ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു പവർ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ പവറുകൾ, ഒരു സൂപ്പർ പവർ ആയിരിക്കാം, മനസ്സുകൊണ്ട് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നൊരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് അതിനേക്കാളും നിങ്ങളുടെ ഹയർ സെൽഫിനെ നിങ്ങൾ കൂടുതലും കോൺടാക്ട് ചെയ്യുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തൊക്കെയോ തേടി പോകുന്നുണ്ട്, എന്തിൻ്റെയൊക്കെയോ സത്യാവസ്ഥ, എന്തിൻ്റെയൊക്കെയോ റിയലൈസേഷൻ, എന്തിൻ്റെയൊക്കെയോ കറക്റ്റ് പാത നിങ്ങൾ മനസ്സിലാക്കി പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ, സോൾ ടിൻ ഫ്ലെയിം അങ്ങനത്തെയുള്ള ലൈഫിൽ നിങ്ങൾക്കൊരു വണ്ടർ വേൾഡാണിത്. അപ്പം ഈ ഒരു ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എല്ലാ വഴിയും കാട്ടി തരുന്നുണ്ട്. എല്ലാം ഓരോ പിൻ പോയിന്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇല പോലും നിങ്ങൾക്ക്, ഒരു കല്ലും മണ്ണും പോലും നിങ്ങൾക്ക് വഴി കാട്ടി തരുന്നുണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവിൽ പോകാണ്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ വേൾഡിലായിരിക്കും. നിങ്ങളുടെ വേൾഡിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച പാഠമോ അല്ലെങ്കിൽ കടന്നു വന്ന സിറ്റുവേഷൻസ് ഒന്നും അല്ലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എടുത്ത് യൂസ് ചെയ്യുന്നത്. മേ ബി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കറക്റ്റ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച ജോലിക്ക് അല്ലായിരിക്കും ഇവിടെ പോകുന്നത്. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ച കണക്ക് നിങ്ങളുടെ ലൈഫ് പോകത്തില്ല. ഒറ്റയടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ വിചാരിച്ച പോലെ അല്ല ലൈഫ് പോകുന്നത്. ദൈവം ഒന്ന് എഴുതിയിട്ടുണ്ട്, ആ ഒരു ക്രിയേറ്റഡ് അനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ പോകുന്നത്. അപ്പം ഗോ വിത്ത് ദ ഫ്ലോയിൽ പോകുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ബുക്ക്, നിങ്ങളെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ തലവര, നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തരും. നിങ്ങൾ ഓരോ സ്വപ്നം വഴി, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വഴി നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദീർഘവീക്ഷണം, അതായത് ഒരു ഇൻറ്റ്യൂഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത്. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും രഹസ്യം, എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ, എല്ലാത്തിൻ്റെയും ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയലൈസേഷൻ ആവും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പല രീതിക്കുള്ള സ്റ്റൈൽസ് നിങ്ങൾ യൂസ് ചെയ്യും കേട്ടോ. ഡ്രസ്സിങ്സിലായിരിക്കാം, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൊക്കെ കുറേ അധികം തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ഇറങ്ങിത്തിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ തടസ്സവും മാറി തുടങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ മാറ്റിത്തരത്തില്ല, പക്ഷെ നിങ്ങൾ അതിനെ ഇത് ഇറങ്ങിത്തിരിക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ മുന്നിൽ തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഒരിക്കലും മാറ്റിത്തരത്തില്ല. നിങ്ങൾ അതിനെ ചാടി കടക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളുടെ വിജയമാവുന്നത്. തടസ്സം വരുന്ന സമയത്ത് ആ തടസ്സം മാറ്റി നിർത്തി തടസ്സത്തിനെ മാറ്റി അതിജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഒരു ഡെസ്റ്റിനിയിൽ തടസ്സം കണ്ട് പേടിച്ച് നിൽക്കുവാണെങ്കിലും തടസ്സം ദൈവം മാറ്റിത്തരുമെന്ന് പറഞ്ഞ് നിന്നാലും ഒരിക്കലും കാര്യമില്ല. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഹാർഡ് വർക്ക് ചെയ്താലും അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കുറേയധികം എഫേർട്ട് അടിക്കേണ്ടി വരും. കുറേയധികം പ്രശ്നങ്ങളുണ്ടാകും. റിലേഷൻഷിപ്പിലൊക്കെ കുറേയധികം പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ വിചാരിച്ച കണക്കൊന്നും നിങ്ങളുടെ ലൈഫിൽ പോകത്തില്ല. നിങ്ങൾ ആഗ്രഹിച്ച കണക്ക്, നിങ്ങൾ കണ്ട കണക്കൊന്നും നിങ്ങളുടെ ലൈഫ് പോകണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പോകാൻ പാടാണ്. നിങ്ങൾ വിചാരിച്ച കണക്ക് നിങ്ങളുടെ മൈൻഡ്
അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോകാൻ ചാൻസ് കുറവാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡിവൈൻസ് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ലൈഫിലോട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ആ വഴി മാത്രമേ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ. ആ വഴി പോകുന്ന സമയത്ത്, ആ ഒരു സിറ്റുവേഷൻ വഴി നിങ്ങൾക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറി, അതായത് നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഡിവൈൻ ആരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ എന്താണ്, ആ ഒരു നിങ്ങളുടെ വെളിച്ചം എന്താണോ, ആ ഒരു വെളിച്ചം നിങ്ങൾ കണ്ടുപിടിച്ചതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരേണ്ടത്, എന്താണ് സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലായി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരാനുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്നാണ് നോക്കാനുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും തേടി നിൽക്കുന്ന, നിങ്ങളത് നോക്കി നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതെന്ത് തന്നെയായാലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങളോട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ആരുമായിരിക്കാം, കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറെ അധികം ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെ ദൈവവിശ്വാസം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതായിട്ടും ട്രസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലും വരുന്നതായിട്ടും ഉണ്ടാവുന്നതായിട്ടും യൂണിവേഴ്സൽ പരമായിട്ടുള്ള ഓരോ എലമെന്റ്സും നിങ്ങളെ സഹായിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര വൈബ് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്നത്. ഭയങ്കര വൈബ് എനർജിയാണ്. ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. കുറെ അധികം ആൾക്കാർ ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. സെക്കൻഡ് ബൈല് പ്യുവർ ഓക്കെയാണ്, ആ ഒരു എനർജി അടിപൊളിയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ.